അല്പനേരം വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മാത്യു ചാപ്റ്റർ 12 വേഴ്സസ് 22 ഫോളോവിങ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വേദഭാഗങ്ങൾ. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട്, ഒരു രാജ്യം തന്നെ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലം ആകുന്നു. എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ആമേൻ. ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒരുമിച്ച് കൊണ്ടുവരാം. ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യങ്ങൾ. ആമേൻ. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കുരുടനും ഊമനും ഭൂതഗ്രസ്തനുമായ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. ആമേൻ. യേശു കർത്താവ് അവനെ സൗഖ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സൗഖ്യത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് ചിലർ വിസ്മയിച്ച് പറയുക, ഇവൻ ദാവീദ് പുത്രനാണോ, മശിഹയാണോ എന്നുള്ള അവരുടെ ആ ചിന്ത രേഖപ്പെടുത്തുക. അപ്പോൾ തന്നെ പരീശന്മാർ മറുവശത്ത് ആ ചിന്തയെ തടയുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ പറയുകയാണ്, ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കേണ്ട ഒരു ചിന്ത അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ 7-ാമത്തെ അധ്യായം 20-ാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവിൻ്റെ ഉപദേശത്തിൻ്റെ മുമ്പിൽ അവർ പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ആമേൻ. അതിന് പുരുഷാരം, നിനക്ക് ഭൂതമുണ്ട്, ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 8:48 നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. 8-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യം. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. 10:20 കൂടെ വായിക്കാം. 10:20. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു, അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവൻ്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു വട്ടമല്ല, ഒരു പ്രാവശ്യമല്ല, പല വട്ടം യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾക്ക് മുമ്പിലും യേശു കർത്താവിലൂടെ വെളിപ്പെട്ട ദൈവപ്രവർത്തികൾക്ക് മുമ്പിലും പ്രൈസ് ദി ലോർഡ് പരീശന്മാര് പ്രൈസ് ദി ലോർഡ് അത് ദൈവശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലല്ല, മറിച്ച് ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട്, ഹല്ലേലൂയ, ഇവൻ ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഇവൻ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവിനെ പരിഹസിക്കുന്ന, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന, യേശു കർത്താവിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിക്ക് എതിരായിട്ട് നിലകൊള്ളുന്ന ഭാഗങ്ങൾ നമുക്ക് തിരുവചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. കണ്ണ് കാണാൻ മേലാത്ത ചെകിടനായ, ഹല്ലേലൂയ, ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ സൗഖ്യമാകുന്നു. ആ സൗഖ്യമായപ്പോൾ ചിലർ പറയും,
പറയുന്നു ആമേൻ ഇവന് മശിഹയായിരിക്കാം, ദാവീദ് പുത്രനായിരിക്കാം. എന്നാൽ ചിലര് പരീശന്മാർ, മതനേതാക്കന്മാർ പറയുന്നു ഇവന് ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്താണ് പരീശന്മാര് ഇത്രമാത്രം യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് നിൽക്കുവാൻ ഇടവന്നത്? നമുക്കറിയാം, പരീശൻ എന്ന് പറയുന്നത് മത നേതൃത്വത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. മതത്തോടുള്ള ബന്ധത്തിങ്കൽ അവസാന വാക്ക് പരീശനാണ്. പ്രൈസലോ. അങ്ങനെ എല്ലാവരും പരീശന്മാരുടെ അടുക്കൽ വന്ന് ആലോചന ചോദിച്ചാണ് അവരുടെ ആത്മീയ വിഷയങ്ങൾ പരിഹരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് പ്രൈസലോ അവൻ പറയുന്ന ശാസ്ത്രം അറിയാത്തവൻ എങ്ങനെ ശാസ്ത്രം സംസാരിക്കുന്നു? ഹല്ലേലൂയ. പ്രൈസലോ. ഇതുവരെയും കാണാത്ത കാര്യങ്ങളാ ഭൂതങ്ങൾ പുറത്താകുന്നത്, രോഗികൾ സൗഖ്യമാകുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഇത് ഒരു കാരണവശാലും പരീശൻ അംഗീകരിക്കുവാൻ കഴിയുന്ന വിഷയമല്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് സകല അധികാരവും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിനകത്തേക്ക് വന്നപ്പോൾ യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്കെതിരെ അവര് സംസാരിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. എന്നാൽ ഇതിന്റെ വെളിച്ചത്തിൽ കർത്താവ് പഠിപ്പിച്ച ഒരു വലിയ ആത്മീയ ചിന്തയിലേക്കാണ് നമ്മൾ വളരെ വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഇങ്ങനെയാ പറയുന്നത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? പ്രൈസലോ. ശ്രദ്ധിക്കുക, ആര് പറയുകയാണ്? യേശു കർത്താവ് പറയുകയാണ്. പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? പ്രൈസലോ. അപ്പോ സാത്താന് ഒരു രാജ്യം ഉണ്ടെന്ന് ആര് പറയുന്നു? യേശു കർത്താവ് പറയുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. പ്രൈസലോ. വളരെ ശ്രദ്ധിച്ചിരിക്കണം. പ്രൈസലോ. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോകുന്നുവല്ലോ. പ്രൈസലോ. യേശു കർത്താവ് ബേൽസെബൂലിനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നുവെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സാത്താനെ പുറത്താക്കുന്നു. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ അവന്റെ രാജ്യത്തിന് പിന്നെ നിലനിൽപ്പില്ലല്ലോ എന്നുള്ളതാണ് കർത്താവ് അവിടെ പറയുന്നത്. പ്രൈസലോ. അപ്പൊ സാത്താന് ഒരു രാജ്യം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ യേശു കർത്താവ് പറയുന്നു. ഞാൻ പറയുന്നതല്ല, യേശു കർത്താവ് പറയുന്നു. സാത്താന് ഒരു രാജ്യമുണ്ട്, അവന് ഒരു അധികാരം ഉണ്ട്. പ്രൈസലോ. ഇനി താഴോട്ട് നമ്മൾ നോക്കിയാട്ടെ. പ്രൈസലോ. 27, അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. അടുത്ത വാക്യമാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. പ്രൈസ്. അപ്പോൾ അവിടെ ഒരു രാജ്യത്തെ കുറിച്ച് പറയുന്നു, ദൈവരാജ്യം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മുമ്പേ കേട്ടത് സാത്താന്റെ രാജ്യം. ഇവിടെ ദൈവരാജ്യം. ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു. പ്രൈസലോ. ഇന്ന് പകൽക്കാലം വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം എവിടെയാണ് ആയിരിക്കുന്നത്? ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാ ദൈവരാജ്യത്തിലേക്കായത്? യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. പിശാചിനെ പരാജയപ്പെടുത്തി അവനെ നിരായുധനാക്കി തീർത്തു. അതിലൂടെ, വിശ്വാസത്തിലൂടെ നമുക്കോരോരുത്തർക്കും ആ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ദൈവം അവസരം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവിക ഭരണം. പ്രൈസ് ദി ലോർഡ്. ദൈവ ഭരണത്തിന്റെ കീഴിലേക്ക് നമ്മൾ കടന്നു വന്നു. ആമേൻ. ഒരിക്കൽ ലോകത്തിന്റെ കാലഗതികൾക്ക് അനുസരിച്ച് നടന്നവരായിരുന്നു. എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ആമേൻ. 2-ാമത്തെ അധ്യായം. ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ആമേൻ നടന്നവര്. പ്രൈസ് ദി ലോർഡ്. 2:1 തൊട്ട് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും
അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇന്നലകളില് നമ്മൾ ആമേൻ ഹല്ലേലൂയ ഈ പിശാചിന്റെ രാജ്യത്തിനകത്ത് നമ്മളായിരുന്നു. പ്രൈസലോ. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിന്റെ പ്രജകളായി തീരുവാൻ നമുക്ക് അവസരം ലഭിച്ചു. പ്രൈസലോ. പിശാചിനെ ക്രൂശി പരാജയപ്പെടുത്തി എന്ന് നമ്മൾ കേട്ടല്ലോ. പ്രൈസലോ. എന്നാൽ ഹല്ലേലൂയ അവന്റെ രാജ്യം അവസാനിച്ചോ? അവന്റെ രാജ്യം അവസാനിച്ചിട്ടില്ല. പ്രൈസലോ. അതെപ്പോഴാ അവസാനിക്കുന്നത്? അതൊന്ന് വായിച്ചിട്ട് നമുക്ക് പുറകോട്ട് വരാം. പ്രൈസലോ. 1 കൊരിന്ത്യർ 15 അധ്യായം 23, 24 വേദഭാഗങ്ങൾ. 1 കൊരിന്ത്യർ 15 അധ്യായം അതിൻ്റെ 23, 24, 20 തൊട്ട് വായിക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിൽ അത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. പ്രീസോ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം ആരെ ഏൽപ്പിക്കും? പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നേ. 20 അധ്യായം അതിൻ്റെ 7 മുതലുള്ള വേദഭാഗം. പ്രൈസലോ. വെളിപ്പാട് പുസ്തകം 20:7 മുതൽ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകല് ദണ്ഡനം സഹിക്കേണ്ടി വരും. പ്രൈസലോ. അപ്പൊ അവസാനത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ ദൈവമക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവല്ലോ. പ്രൈസലോ. അവൻ ഇവിടെ കർത്താവ് പറയുകയാണ്, സാത്താനെ പുറത്താക്കി അവന്റെ രാജ്യത്തിന് എന്തില്ല? നിലനിൽപ്പില്ല. പ്രൈസലോ. ഞാൻ പരിശുദ്ധാത്മാവില് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിങ്കൽ കടന്നു വന്നിരിക്കുകയാ. ദൈവരാജ്യത്തിന്റെ പ്രജകളായി തീരുവാൻ നമുക്ക് ദൈവം അവസരങ്ങളെ നൽകി തന്നിരിക്കുകയാ. ദൈവമക്കളെ ശ്രദ്ധിച്ചാട്ടെ. ദൈവരാജ്യത്തിലേക്ക് നമ്മൾ എങ്ങനെയാ പ്രവേശിച്ചത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഹല്ലേലൂയ. ആ വിശ്വാസം നമ്മിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നൽകി തരുവാൻ ഇട വന്നു. പ്രൈസലോ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. ഇനി മുമ്പോട്ട് നമുക്ക് വായിക്കാം. പ്രൈസലോ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. പ്രൈസലോ. 2 വശങ്ങളാണ്. കർത്താവിന് അനുകൂലമായവരും കർത്താവിന് പ്രതികൂലമായിരിക്കുന്നവരും. കർത്താവിന് അനുകൂലം അല്ലാത്തവര് എനിക്ക് പ്രതികൂലമാണ്, എന്നോടുകൂടെ ചേർക്കാത്തവർ എന്ത് ചെയ്യുക? ചിതറിക്കുന്നു എന്ന് രേഖപ്പെടുത്തി. അതിനുശേഷം പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്കു പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. പ്രൈസലോ. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, ഇവര്
പരിശുദ്ധാത്മാവിനെതിരെ എന്തെങ്കിലും ദൂഷണം പറഞ്ഞോ? പ്രൈസലോ, ആമേൻ. അവർ പറഞ്ഞു. എന്തു പറഞ്ഞു? യേശു കർത്താവിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? ദുരാത്മാവാണ്. ഹല്ലേലൂയ. എന്താണ് പ്രവർത്തിച്ചിരുന്നത്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എന്നാൽ ഇവർ പറയുന്നു ദുരാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? പരിശുദ്ധാത്മാവിനെതിരെ അവര് സംസാരിച്ചു. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ശക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രജകളാണെങ്കിൽ ഒന്ന്, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. രണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ലജ്ജിപ്പിക്കുന്ന തലത്തിൽ ഒരു ദൈവ പ്രവൃത്തിക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ, ആമേൻ, ഒരു ദൈവിക ശുശ്രൂഷ നടക്കുമ്പോൾ, ആമേൻ, അതിന്റെ നടുവില് ആമേൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന നിലകളിൽ പ്രവർത്തിക്കുമ്പോൾ, ആമേൻ, അവിടെ സ്വർഗം ആമേൻ ദുഃഖിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? ഒരിക്കല് പിശാചിന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. അവിടെ നിന്നാണ് ദൈവരാജ്യത്തിലേക്ക് ദൈവം നമ്മളെ കരം പിടിച്ചു കൊണ്ടുവരുവാൻ ഇടവന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനകത്ത് അധിവസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കത്തില്ല. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അത് ക്ഷമിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇത് ക്ഷമിക്കത്തില്ല എന്ന് പറയുവാൻ കാരണം, എൻ്റെ രക്ഷ പരിശുദ്ധാത്മാവിന്റെ സഹായത്താല, എൻ്റെ വിശുദ്ധ ജീവിതം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാല, എൻ്റെ നിത്യത പരിശുദ്ധാത്മാവ് തരുന്ന പ്രത്യാശയാല. ഈ പരിശുദ്ധാത്മാവിനെ വേണ്ടെന്ന് പറയുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ നിത്യത നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ആമേൻ ഒരു വാക്കുകൾ പോലും ആമേൻ സ്വർഗം ക്ഷമിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം വചനം ഇങ്ങനെ പറയുകയാണ്, ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. ഹല്ലേലൂയ. ആമേൻ. ഒരു വൃക്ഷത്തെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഫലം കൊണ്ടാ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. നല്ല വൃക്ഷമാണെങ്കിൽ നല്ല ഫലം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആകാത്ത വൃക്ഷമാണെങ്കിൽ ആകാത്ത ഫലമേ ഉണ്ടാകത്തുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നല്ല ആമേൻ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നോക്കുക, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തിങ്കിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. പരിശുദ്ധാത്മാവിന് എതിരായിട്ട്, ഹല്ലേലൂയ, ഇവിടെ യേശു കർത്താവ് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്നപ്പോ, ആമേൻ, അവനിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് എതിരായിട്ട് സംസാരിച്ചപ്പോ ആ പരീശന്മാരോട് പറയുക, നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തിങ്കൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മരുഭൂമിയിൽ 40 വർഷം ഇസ്രായേൽ മക്കൾ ചുറ്റിത്തിരിയാൻ കാരണം എന്താ? അവര് പെറുപെറുത്ത വാക്കുകൾ നിമിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഗിരിപ്രഭാഷണത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഹല്ലേലൂയ, ആമേൻ, കൊലപാതകത്തെക്കാൾ വലിയ ശിക്ഷ ആമേൻ കിട്ടുന്ന ആമേൻ കാര്യങ്ങൾ ഒരു മനുഷ്യനെ നിസ്സാര എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കുക, നമ്മുടെ വാക്കുകൾ ഈ ദിവസങ്ങളിൽ എത്രമാത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാ. നമ്മൾ ആമേ വെറുതെ പറഞ്ഞു പോകുകയാ. ആമേ പറയുമ്പോൾ നമ്മൾ നോക്കണം, ഞാൻ പറയുന്ന വാക്കുകൾ ഒരു വ്യക്തിക്കെതിരെ ആയിരിക്കുക, ആമേ പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിനെതിരെ ആയിരിക്കുക. ഇതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും
ഏറ്റുപറഞ്ഞ് വാക്കുകളെ ശുദ്ധീകരിക്കുവാൻ കർത്താവിന്റെ മേശയ്ക്ക് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാ. ആമേൻ. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആമേൻ ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് വേദനകൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരുടെയെങ്കിലും നന്മകൾക്ക് തടസ്സമുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരുടെയെങ്കിലും കുടുംബത്തിനകത്ത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വാക്കുകളെ ശുദ്ധീകരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആമേ കർത്താവിന്റെ മേശയ്ക്ക് മുമ്പ് നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. ആമേ സമയം വളരെ വേഗത്തിൽ പോകുന്നല്ലോ. ആമേ ദൈവമക്കളെ, പരീക്ഷന്മാർ വീണ്ടും ചോദിക്കുകയാ, ശാസ്ത്രിമാർ ചോദിക്കുക, ഗുരു നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു. പ്രൈസ് ഒരു അടയാളം കർത്താവേ, ആമേ നീ ഒന്ന് ചെയ്ത് കാണിച്ച. നീ മഷികയാണെങ്കിൽ നീ ഒരു അടയാളം ചെയ്ത് കാണിക്കുക. പ്രൈസലോ. ആമേൻ. കർത്താവ് പറയുന്നു, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന പ്രവാചകനാരാ? ആമേൻ. നിനവിലേക്ക് പോകാൻ പറഞ്ഞു, തർശീസിലേക്ക് പോയി. ആമേ മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം ഇരുന്നു. ആമേ കർത്താവും ആമേ പ്രൈസലോ ഭൂമിക്കടിയിൽ 3 ദിവസമായിരിക്കും എന്നുള്ളത് പറയുന്നു. പ്രൈസലോ. എന്നാൽ യോന മാനസാന്തരപ്പെട്ട് നിനവെ പട്ടണത്തിലേക്ക് വന്നു. നിനവെ പട്ടണം എന്ത് ചെയ്തു? അനുതപിച്ചു. ദൈവം അവരോട് ക്ഷമിച്ചു. പ്രൈസലോ. കർത്താവ് പറയുക, ആമേൻ, ഇവിടെ യോനയേക്കാൾ വലിയവനാ വന്നിരിക്കുന്നത്. ആരാ? മശിഹിയ. ആമേൻ. കർത്താവ് വന്നിരിക്കുന്നത്. അവൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അവനിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. അടുത്തതായിട്ട് ശേബ രാജ്ഞിയെ കുറിച്ച് പറയുന്നുണ്ട്. ശലോമോന്റെ അടുക്കൽ വന്ന് ജ്ഞാനം അന്വേഷിച്ചു. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 1 രാജാക്കന്മാർ 10:1 തൊട്ട് വായിച്ചാൽ മതി. പ്രൈസലോ. ശേബ രാജ്ഞി വന്നിട്ട് ശലോമോനോട് ജ്ഞാനം അന്വേഷിക്കുക. ദൈവത്തിന്റെ വചനം പറയുക, കർത്താവ് പറയുക, ശലോമോനിലും വലിയവനാണ് നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. അവനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. അവനിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ നിങ്ങൾക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ന്യായവിധി ദിവസത്തിങ്കൽ യഹൂദന്മാരെ ആമേൻ നിനവെ പട്ടണം നിന്ന് നിങ്ങളെ ന്യായം വിധിക്കും. പ്രൈസലോ. അതാണ് വചനത്തിനകത്ത് അവിടെ പറയുന്നത്. പ്രൈസലോ. ശ്രദ്ധിക്കേണ്ട ആത്മീയ ചിന്ത ഇത് മാത്രമാണ്. 1, അവര് ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല. പ്രൈസലോ. 2, അവര് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ അംഗീകരിച്ചില്ല. ഹല്ലേലൂയ. ദൈവശക്തിയെ അവര് തിരസ്കരിച്ച് കളഞ്ഞു. പ്രൈസലോ. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം അവിടെയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമേ. ആമേൻ. 43 തൊട്ട് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു വരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാത്തതാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ദൈവമക്കളെ ശ്രദ്ധിച്ചാട്ടെ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ പോയി. പ്രൈസലോ. ആമേൻ. എപ്പോഴാണ് ആമേൻ അന്ധകാര ശക്തികളുടെ കീഴിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടത്? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിമിത്തം, ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് കടന്നു വന്നത് നിമിത്തം. എന്നാൽ ഹല്ലേലൂയ, ദൈവരാജ്യത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന ഈ പരീശന്മാര് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. അവനിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അംഗീകരിച്ചില്ല. വിശ്വാസത്താൽ ആമേൻ രക്ഷ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്ന ഹല്ലേലൂയ മന്ദിരങ്ങളാണെന്ന് തിരുവചനം പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ ആമേൻ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് വസിക്കേണ്ട ഇടത്തു നിന്ന് പുറത്തേക്ക് പോകുവാൻ ഇടവരും. അവിടെ എന്ത് സംഭവിക്കുക? ഇത് ശൂന്യമായി കിടക്കുന്ന ഒരു വീട് പോലെ അടിച്ചു വാരിയിട്ടിട്ടുണ്ട്, എന്നാൽ വാതിലെല്ലാം അടച്ചിട്ടിരിക്കുക. ഇന്നലെ ഇറങ്ങിപ്പോയ അരൂപികൾ, പ്രൈസലോ, അരൂപികൾ എന്ന് പറഞ്ഞാൽ രൂപമില്ല. പ്രൈസലോ. അവർക്ക് വസിക്കണമെങ്കിൽ ഒരു രൂപം വേണം. പ്രൈസലോ. ഭൂതഗ്രസ്തനിലുള്ള ആമേ പ്രൈസലോ ദുരാത്മാക്കളെ പറഞ്ഞു വിടുമ്പോൾ അവർ അപേക്ഷിക്കുകയാ, ഈ പന്നിക്കൂട്ടത്തിലേക്ക് കയറാൻ അനുവദിക്കണം. അപ്പോൾ അരൂപികളായ ദുഷ്ടശക്തികൾ ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ദേഷ്യം കൊണ്ടുവരുന്നതുണ്ട്. ആമേ പ്രൈസലോ. അസൂയ കൊണ്ടുവരുന്നതുണ്ട്, പിണക്കം കൊണ്ടുവരുന്നതുണ്ട്,
പാപം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതുണ്ട്. ഹല്ലേലൂയ. വീട്ടിനകത്ത് കലഹം സൃഷ്ടിക്കുന്നതുണ്ട്. പ്രൈസലോ. ഇന്നലെ ചിലപ്പോൾ ഒരു അസൂയ മാത്രമേ ജീവിതത്തിൽ ഉള്ളായിരിക്കാം, അത് ഇറങ്ങിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ട ആ മന്ദിരം, പ്രൈസലോ, പാപത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്നലെ പോയവൻ ഒരു 7 പേരെയും കൂടെ കൂട്ടി അവൻ അകത്തേക്ക് കയറുമെന്ന് ഞാൻ പറയുകയല്ല, കർത്താവ് പറയുക. പ്രൈസലോ. ദൈവമക്കളെ, ആമേൻ, നമ്മൾ ലോകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവമക്കളായി, പെന്തക്കോസ്തുകാരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി തീർന്നു. ആമേൻ. ഇന്നലെ സത്യം അറിയുന്നതിന് മുമ്പ് ഒരുപക്ഷെ അല്പം അസൂയ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നായിരിക്കാം. പ്രൈസലോ. എന്നാൽ ഇന്നു പകൽക്കാലം നമ്മുടെ ഹൃദയം എപ്രകാരമായിരിക്കുന്നുവെന്ന് വിചിന്തനം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മേശയ്ക്ക് മുമ്പ് നമ്മുടെ ഹൃദയത്തോട് ശക്തമായിട്ട് വിളിച്ചു പറയുക. ആമേൻ. ദൈവത്തിന്റെ വചനത്തെ തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ വസിക്കുന്ന ഒരിടമായി നമ്മുടെ ഹൃദയം തീരരുത്, നമ്മുടെ ഭവനം തീരരുത്, നമ്മുടെ ജീവിതം തീരരുത്. ഇന്നു പകൽക്കാലം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന് ജീവിതത്തിനകത്ത് ഇടം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്ന ആമേൻ ദൈവമക്കളായി ഇന്നു പകൽക്കാലം തീരുവാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായി വിളിച്ചു പറയുന്നു. വചനം തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. റീമാന ശൗഡവനഗദനഗജാര അത്തുനാ നിഗദനഗദനഗജാര സിയാദന. ഇന്നു പകൽക്കാലം ഒരു ശുദ്ധീകരണം വേണ്ടത് ഹൃദയത്തിനകത്താണ്. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വാ പ്രസ്താവിക്കുന്നത്. ആമേൻ. നമ്മൾ ഹൃദയത്തിനകത്ത് എന്താണോ അവിശ്വസിക്കുന്നത് അത് നമ്മുടെ നാവിലൂടെ പുറത്തു വരും. പ്രൈസലോ. എന്നാൽ ഇന്നു പകൽക്കാലം വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അധിവസിക്കേണ്ടതിന്റെ ആവശ്യകത ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ, കർത്താവിന്റെ മുൻമുഖത്തേക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളാണെന്നൊക്കെ പറയുന്നു, പെന്തക്കോസ്തുകാരാണെന്ന് പറയുന്നു, ബൈബിൾ എടുത്തുകൊണ്ട് നമ്മൾ ആമേൻ വരുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയം, പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരു ട്രാക്ട് ഉണ്ടായിരുന്നു, തമ്പിയുടെ ഹൃദയം എന്ന ട്രാക്ട്. അതിനകത്ത് ഒത്തിരി ദുഷ്ടജീവികളെയൊക്കെ ആമേൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. നമ്മൾ ദൈവമക്കളാണെന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിന്റെ ഭരണമാണോ നമ്മളിൽ സംഭവിക്കുന്നത്, അതോ ആമേൻ പൈശാചിന്റെ ആ ലോകത്തിന്റെ അധീനതയിലേക്ക് നമ്മൾ വീണു പോകുന്നുണ്ടോ? ആമേൻ. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം ഇതിനോട് ചേർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവരാജ്യത്തിലേക്ക് വന്നു. യേശു ക്രിസ്തു ക്രൂശിൽ ആമേൻ എനിക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. പിശാചിനെ പരാജയപ്പെടുത്തി ഞാൻ ദൈവരാജ്യത്തെ തുടർന്നുകൊണ്ട് എനിക്കെതിരെ കടന്നു വരുന്ന പിശാചിനോട്, പിശാചെ നീ പരാജയപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അടുക്കൽ എത്തത്തില്ല, എന്നെ തൊടത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഹല്ലേലൂയ. എന്നാൽ ഞാൻ വഴുതി പോയാൽ, ഞാൻ പാപത്തിൽ പോയാൽ, ഹല്ലേലൂയ, അവന്റെ അധികാരം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നു പകൽക്കാലം ഞാനൊരു ദൈവ പൈതലാണ്. പിശാചേ, നീ പരാജയപ്പെട്ടവനാണെന്ന് വിശ്വാസത്തോടെ അധികാരത്തോടെ വിളിച്ചു പറയുവാൻ കഴിയുന്ന ദൈവമക്കളെ, അന്ധകാരത്തിന്റെ ഒരു ശക്തികൾക്ക് നമ്മെ തൊടുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. വിടുതൽ സംഭവിക്കട്ടെ. റൂബാന ശൗഡവനഗദനജാര സകല വാഴ്ചകളോ സകല അധികാരങ്ങളോ സകല ശക്തികളെയോ ആമേൻ എന്നേക്കുമായിട്ട് നീക്കം ചെയ്തിട്ട് ആമേൻ രാജ്യം ദൈവത്തെ പരമേൽപ്പിക്കുന്ന ഒരു നല്ല സുദിനം ആമേൻ മുമ്പിലുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക.